ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. ഹലോ, നമസ്കാരം. ഞാൻ രമേഷ് പി നായർ, മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് കൊരട്ടി എന്ന ലൊക്കേഷനിലുള്ള വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ്. ചരിത്ര പ്രസിദ്ധമായ കൊരട്ടി ഫൊറോന ചർച്ചിന് വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൊരട്ടി ഫൊറോന ചർച്ചിന് വളരെ അടുത്തായി കൊരട്ടി ഇടവകയിലുള്ള ഒരു 6.25 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീടാണ് ഇത്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. ഏതൊരു വലിയ 2 വാഹനങ്ങൾക്കും ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ചുറ്റിലും വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്തായി ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച വളരെ ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് മതിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിന് നല്ലൊരു എലിവേഷൻ കൊടുത്ത് ടെക്സ്ചർ വർക്കുകളും അതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്കുകളും ചെയ്ത് ക്ലാഡിംഗ് സ്റ്റോണുകളും പിടിപ്പിച്ച് ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്ത് പർഗോളകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി നിറയെ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുറ്റത്ത് ടൈൽ വിരിച്ച് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ളതാണ്. 3-4 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും വിധത്തിലാണ് ഈ മുറ്റം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയായി ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ ഒരു വശത്ത് പർഗോളകൾ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കി വച്ചിട്ടുള്ള, അതുപോലെ തന്നെ പില്ലറുകളിൽ ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് പാർക്കിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഈ ഭാഗത്തായി ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ വീടിൻ്റെ വാട്ടർ സോഴ്സായി ഇവിടെ കിട്ടുന്നത്. വീടിൻ്റെ വശങ്ങളിലായി ഗാർഡൻ സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്.
വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി വളരെ വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ഗ്രാനൈറ്റ് വിരിച്ച മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഇരു സൈഡുകളിലും പില്ലറുകളിൽ ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമരുകളിൽ പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്ത് സുന്ദരമാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ വുഡ് വർക്കുകളും തേക്കിൽ മാത്രമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടെയായി അതിവിശാലമായ ഒരു ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ. നല്ല ഭംഗിയുള്ള ഒരു വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ കൊടുത്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം. വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. 3 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 പാളികളായി കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിന്റെ വാഷ്റൂമിന്റെ സ്ഥാനം അവിടെയാണ്. ഭംഗിയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ കിച്ചന്റെ മുകൾ ഭാഗത്തും താഴെയുമായി നിറയെ കബോർഡ് വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ താഴെയും മുകളിലുമായി കിട്ടുന്നു. ഇവിടെയാണ് കിച്ചൺ ഹോബ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു L ഷേപ്പിലുള്ള ഒരു കിച്ചൺ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് സിങ്കിന്റെ സ്ഥാനം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കിച്ചൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ്. ടൈലുകൾ പാകി വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു വാട്ടർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുള്ളതും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് വെച്ച് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ സുന്ദര മനോഹരമായ ഒരു സ്റ്റെയർ കേസാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെയാണ് വിശാലമായ അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. വളരെ മനോഹരമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് വിശാലമായ മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 3ാമത്തെ ബെഡ്റൂമാണിത്. 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ വലുപ്പമുള്ള ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് വിശാലമായ വാഷ്റൂമിന്റെ സ്ഥാനം. 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഒരു ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഫ്രണ്ട് ബാൽക്കണി തന്നെയാണ്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇവിടെയായി മനോഹരമായ 3 പാളികളുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. വളരെ വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണിത്. കവേർഡ് ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് പ്രത്യേകം ഒരു വാട്ടർ കണക്ഷൻ, ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു കവേർഡ്
ഓപ്പൺ ടെറസ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെ ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ വിശാലമായ ഒരു ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ വലുപ്പമുള്ള ഒരു കിച്ചണുമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കടന്നു ചെന്നാൽ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയും ഒരു കവേർഡ് ഓപ്പൺ ടെറസുമാണ് കൊടുത്തിട്ടുള്ളത്. കൊരട്ടി ചർച്ചിലേക്ക് ഇവിടെ നിന്നും 1 കിലോമീറ്ററാണ് ദൂരം. NH-ലേക്ക് 1.5 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. NH-ൽ നിന്നും വെറും 1.5 കിലോമീറ്റർ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ നിർമ്മാണ സമയത്ത് ഇതിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഇതിൻ്റെ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മനോഹരമായ ഒരു ലക്ഷറി പ്രീമിയം ഹൗസാണ് ഇത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു മനോഹരമായ ഒരു വീടാണ് ഇത്. ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ലൊരു അയൽക്കാരോടൊപ്പമുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സെലക്ട് ചെയ്യാവുന്ന ഒരു വീടാണിത്. നഗരഹൃദയത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കും വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അങ്കമാലി, കറുകുറ്റി അപ്പോളോ അഡ്ലക്സ്, കൊരട്ടി, ചാലക്കുടി എന്നീ പ്രദേശങ്ങളെല്ലാം ഈ വീടിൻ്റെ വളരെ അടുത്തുള്ള പ്രദേശങ്ങളാണ്. 6.25 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ സുന്ദര മനോഹരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ സുന്ദര മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.